കൊപ്രാണ് കണ്ടി നിങ്ങൾ. കൊപ്ര 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 എന്ന് പറഞ്ഞാൽ ബോഡ എന്നൊക്കെ പറയും. ഞാൻ കാണിച്ചിടാം. അത് ഉണക്കുന്ന എങ്ങനെയാണല്ലേ നമ്മളെ കൊപ്ര ബോഡ എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലെന്താ പറയാമെന്ന് അറിയില്ല. ഇതൊക്കെ ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുക. വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടി നല്ല കാണിച്ചിടാം. ഇതാണ് അലക്. ചില സ്ഥലത്ത് ഇത് ഇരുമ്പായിരിക്കും, ചില സ്ഥലത്ത് ഇത് ഇരുമ്പായിരിക്കും, ചില സ്ഥലത്ത് ഇത് കഴങ്ങുകൊണ്ട് ഉണ്ടാക്കും അലക്. അതിന് അലക് എന്നറിയാം. നമ്മൾ കഴങ്ങ് ചെറിയ പീസായിട്ട് മഗ് കൊണ്ട് കയറിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതാ ഈ കാണുന്ന പോലെ തേങ്ങ 2 പീസാക്കിയിട്ട് കുമ്പിടിത്ത് വെക്കും. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇതേപോലെ പണ്ടത്തെ സ്റ്റൈൽ വെച്ചാൽ നിലത്ത് കണൽ കൂട്ടി ചെയ്യുക. ഇതിനിപ്പോൾ ഒരു ചൂടുണ്ട്, ഇതിൽ കണലില്ല, പക്ഷേ ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂട് മേലോട്ടേക്ക് വന്നിട്ട് ഈ കമ്പി നല്ലോണം ഹീറ്റാവും. ഈ ഹീറ്റാകുന്നതനുസരിച്ച് ഉള്ള തേങ്ങയിലെ വെള്ളം വലിഞ്ഞ് മൊത്തം ഡ്രൈ ആയി ചുറ്റുന്നും ഈ ചിരട്ടയിൽ ഇത് നല്ല അടർന്ന് ഇത് നമുക്ക് നല്ല കൊപ്രയാണ്. ചിലതൊക്കെ എന്നുവെച്ചാൽ ചില കെമിക്കലൊക്കെ ആക്കി ഉപയോഗിക്കും ചിരട്ടയിൽ. അതിൻ്റെ പേരോട് പറഞ്ഞു.